നമ്മുടെ പീക്കിരിക്കുട്ടിന് മസിൽ പെയിൻ മാറാനുള്ള മരുന്ന് 2 നേരം കൊടുക്കും കേട്ടോ. അപ്പോൾ പീക്കിരിക്കുട്ടൻ മരുന്ന് കുടിക്കണ കാണാൻ നല്ല രസമാണ്. കാരണം എന്താണെന്ന് അറിയോ, പീക്കിരിക്കുട്ടിന് മരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വേഗം വാങ്ങി കഴിക്കും കേട്ടോ. അപ്പോൾ എന്തോ നമ്മളൊരു ഫുഡ് കൊടുക്കുകയാണ് എന്നാണ് കേട്ടോ വിചാരം. അപ്പോൾ ഇതാ നോക്കുകയാണ് ഞാൻ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അപ്പം മരുന്നാന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം പീക്കിരിക്കുട്ടൻ ഇതുവരെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് കഴിക്കുകയാണെങ്കിൽ അതെല്ലാം ഫുഡാണ് എന്നാണ് കേട്ടോ പീക്കിരിക്കുട്ടൻ്റെ വിചാരം. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണെന്ന് വെച്ചാൽ പീക്കിരിക്കുട്ടൻ പെട്ടെന്ന് കഴിക്കും. അപ്പോൾ കിടന്ന കാലം കൊണ്ടായതുകൊണ്ട് ഒന്ന് പീക്കിരിക്കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അല്ലാതെ നല്ല ഇഷ്ടമാണ് കേട്ടോ, മരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ടോ, മരുന്ന് കണ്ട സന്തോഷത്തിലാണ് ഉണ്ടോ നോക്കാനിക്കാനൊക്കെ വന്നു അവൻ. അതാ കിടന്ന കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ മരുന്നാണെന്നൊന്നും അറിയില്ല, എന്തോ ഒരു ഫുഡാണ്. അപ്പം നമ്മളത് കൊടുക്കുന്നത് ഭയങ്കര നമ്മൾ ഇഷ്ടം കൊണ്ട് അങ്ങനെ കൊടുക്കുകയാണെന്നാണ് പീക്കിരിക്കുട്ടൻ്റെ വിചാരം. അപ്പം മരുന്ന് കണ്ടു കഴിഞ്ഞാൽ പീക്കിരിക്കുട്ടന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പൂച്ചകളൊക്കെ മരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഓടി പോണ പൂച്ചകളാണ്. നമ്മുടെ പീക്കിരിക്കുട്ടൻ മാത്രം മരുന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്തേക്ക് ഓടി വരും കേട്ടോ. പീക്കിരിക്കുട്ടന്റെ വാവു മാറിയോ? എല്ലാരോടും പറയേ, എല്ലാരോടും പറഞ്ഞ പീക്കിരിക്കുട്ടന്റെ വാവു മാറി പറഞ്ഞ പീക്കിരിക്കുട്ടന്റെ വാവു മാറി പറയ്. അപ്പൊ മിനിങ്ങാന്ന് വൈകുന്നേരമാണ് കേട്ടോ പീക്കിരിക്കുട്ടൻ ഇങ്ങനെ ചെറിയ കാടൻ പൂച്ച പിടിച്ചൊന്ന് കുടഞ്ഞത്. അപ്പൊ ഇന്നലെയാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇന്നൊക്കെയൊക്കെ നമ്മുടെ പീക്കിരിക്കുട്ടന് നല്ല ഭേദമുണ്ട് കേട്ടോ, ഒരു പ്രശ്നമില്ല. നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പൊ ആളെന്നെ ആളുടെ ഇഷ്ടത്തിന് ഇവിടെ വന്ന് കിടക്കുകയാണ് കേട്ടോ. എന്താ ഈ കുണ്ടവയറിലെന്താ? കുണ്ടവയറിലെന്താ? മീമിയ മീമി മാമേണോ? ആണോ? കുട്ടി ബാബ ഉറങ്ങട്ടോ. അത് ശല്യം ചെയ്യില്ലേ, അത് ശല്യം ചെയ്യില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വികൃതിയും കാട്ടി കുറുമ്പും കുസൃതിയും കാട്ടി നടക്കുന്നത് കാണാൻ തന്നെ എന്നിട്ട് സന്തോഷം. ഒരു ഭാഗത്ത് കിടന്നപ്പോൾ ഭയങ്കര സങ്കടമായി പോയി. നമസ്കാരം. പീക്കിരിക്കുട്ടന് വേണ്ടിയിട്ട് ഒരുപാട് അമ്മമാര് പ്രാർത്ഥിച്ചു. അവരുടെയൊക്കെ പ്രാർത്ഥന കാരണം കൊണ്ട് തന്നെ അവൻ വേഗം രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ പീക്കിരിക്കുട്ടൻ ഇവിടെ വന്ന് കിടക്കണ കണ്ടിട്ട് കുറിഞ്ഞു കിടന്ന് നോക്കണം നോട്ടം കണ്ടോ. അപ്പോൾ പീക്കിരിക്കുട്ടൻ ഇവിടെ വന്ന് കിടക്കണോണ്ട് കുറിഞ്ഞിക്കോ ബൊമ്മിക്കുട്ടിക്കോ ഒന്നും ഒരു അലോഹ്യമില്ല കേട്ടോ. ചെറിയ കുട്ടിയല്ലേ കിടന്നോട്ടെ എന്നുള്ളൊരു ഭാവമാണ് കേട്ടോ.